Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മളെല്ലാ സബ്ജക്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സെമസ്റ്ററിലെയും വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതിലെ SBU സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്താണെന്നുള്ളത് മിക്ക പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്ട്രാറ്റജി എന്താണ് പഠിച്ചിരിക്കണം. ദെൻ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്, റിപ്പീറ്റ് ആണ്. കുറച്ച് ടോപ്പിക്കുകളുണ്ട്, ചോദ്യങ്ങളുണ്ട്, ഇതൊക്കെ എന്തായാലും നോക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്താണ് കൺസെപ്റ്റ് നോക്കണം. ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റജിക് കൺട്രോൾ എന്താണ്, ഇതൊക്കെ ബേസിക് ടേമുകളാണ്, റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇതിലേതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ചോയ്സ് എന്താണ്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്. ഇതിൽ ഈ ബേസിക് ടോപ്പിക്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒരെണ്ണം എന്തായാലും നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് വെച്ചത്. ഇനി നെക്സ്റ്റ് SBU കാണാറുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം കേട്ടോ. കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഏതെങ്കിലും എന്താ പറയുക, 1-2 വർഷം കൂടുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇടാറുണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കോർ കോമ്പിറ്റൻസ് എന്താണ്. കോർ കോമ്പിറ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്യൂപോണ്ട് മോഡൽ, അല്ലെ, ഡ്യൂപോണ്ട് കൺട്രോൾ മോഡൽ എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് വിഷൻ എന്താണ്, മിഷൻ എന്താണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഗോൾ എന്താണ്. ഗോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ഉണ്ടാവാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ് സോട്ട് അനാലിസിസ്, സോട്ട് അനാലിസിസ്, സോട്ട് എന്താണ്. ദെൻ SWOC ഉണ്ട്, അതുപോലെ തന്നെ ETOP, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ KFS എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് 2 വെയിറ്റേജിൽ പ്രതീക്ഷിക്കാം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഓർഗനൈസേഷണൽ റീഡിസൈനിങ് എന്താണ്, റീഡിസൈനിങ് എന്താണ്. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ അപ്രൈസൽ ഉണ്ട്. ഇങ്ങനെ അപ്രൈസൽ എന്ന് മാത്രമേ എഴുതണുള്ളൂ, അപ്രൈസൽ ഉണ്ട്, ഓർഗനൈസേഷണൽ അപ്രൈസൽ, അതും നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ബെഞ്ച് മാർക്കിംഗ് എന്താണ്, ബെഞ്ച് മാർക്കിംഗ് എന്താണ്. ഡിവെസ്റ്റ്മെന്റ് എന്താണ്, നോക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് KPI എന്താണ്, അതുപോലെ തന്നെ സിനർജി എന്താണ്, കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ പോർട്ട്ഫോളിയോ മോഡൽ എന്താണ്, സെപ്പറേറ്റ് കാണിക്കാം. അത് പോർട്ട്ഫോളിയോ മോഡൽ
പോർട്ട്ഫോളിയോ അനാലിസിസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്ട്രാറ്റജിക് ചോയ്സ് പറഞ്ഞു. അതിൽ വാട്ട് ഈസ് ഡിഫെൻസീവ് മോഡ് ഓഫ് സ്ട്രാറ്റജിക് ചോയ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഡിഫെൻസീവ് മോഡ് ഓഫ് സ്ട്രാറ്റജിക് ചോയ്സ് പ്രതീക്ഷിക്കാം. സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ബാലൻസ് സ്കോർ കാർഡ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് സ്കോർ കാർഡ് ചോയ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കണ്ടു എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ മിക്ക പേപ്പറിൽ മാറി മാറി വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്താണ്? ആക്ച്വലി ഇത് SCക്കോ 3 വെയിറ്റേജിനൊക്കെ വരുന്നതാണ്. ഇനി അതിൽ വന്നില്ലെങ്കിൽ ഈ സെയിം സംഭവം നമുക്ക് 2 വെയിറ്റേജിൻ്റെയിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്താണെന്നുള്ളത് നോക്കാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ സ്ട്രാറ്റജിക് ചോയ്സിൻ്റെ കൂടെ നമ്മൾ സ്ട്രാറ്റജിക് അനാലിസിസ് എന്താണെന്നുള്ളതും കൂടി നോക്കണം കേട്ടോ. സ്ട്രാറ്റജിക് അനാലിസിസ് ഞാൻ അനാലിസിസ് എന്ന് മാത്രമേ എഴുതണുള്ളൂ, അതും ചോദിക്കാറുണ്ട്. ഇംപ്ലിമെൻറ്റേഷൻ, ഇതൊക്കെ സ്ട്രാറ്റജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. എൻവയോൺമെന്റൽ അനാലിസിസ് പറഞ്ഞു, സ്ട്രാറ്റജിക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്കാനിങ് പറഞ്ഞു. ഈ നെക്സ്റ്റ് സ്ട്രാറ്റജിക് ചോയ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനും കൂടിയും വന്നിട്ടുണ്ട്, വരാറുള്ളതാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ വാട്ട് ആർ സം ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് in strategic choice? അങ്ങനെയും ഒരു പ്രാവശ്യം ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങൾ. ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മൾ പരമാവധി കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി തരാണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഫങ്ഷണൽ ഇംപ്ലിമെൻറ്റേഷൻ എന്താണ്? എന്താണ്? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് എന്തായാലും ഒരു 4 എണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ 7 എണ്ണത്തിൽ 4 എണ്ണം ഈസി, 3 എണ്ണം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു 4 എണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്കതിൽ ആദ്യം SBU, പിന്നെ സ്ട്രാറ്റജിക് അലയൻസ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് കൺട്രോൾ, സ്ട്രാറ്റജിക് പ്ലാനിങ്, സ്ട്രാറ്റജിക് ചോയ്സ്, ഇംപ്ലിമെന്റേഷൻ, അനാലിസിസ്. അപ്പോൾ ഇതിലേതെങ്കിലും 1-2 എണ്ണം വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ്? കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജി, ദെൻ കോർ കോമ്പിറ്റൻസ്, ഡ്യൂപോൺ കൺട്രോൾ മോഡൽ, വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾസ്, ഇതിലേതെങ്കിലും ഒരെണ്ണം. ദെൻ സോട്ട് എന്താണ്? ദെൻ SWOC, ETOP, KFS, ഓർഗനൈസേഷണൽ റീഡിസൈനിങ് എന്താണ്? ഓർഗനൈസേഷണൽ അപ്രൈസൽ എന്താണ്? ബെഞ്ച് മാർക്കിംഗ് എന്താണ്? ഡിവെസ്റ്റ്മെന്റ്, KPI, അതുപോലെ സിനർജി, പോർട്ട്ഫോളിയോ മോഡൽ. ദെൻ വാട്ട് ഈസ് എ ഡിഫെൻസീവ് മോഡ് ഓഫ് സ്ട്രാറ്റജിക് ചോയ്സ്? ദെൻ ബാലൻസ് സ്കോർ കാർഡ് എന്താണ്? എൻവയോൺമെന്റൽ സ്കാനിങ് എന്താണ്? ദെൻ വാട്ട് ആർ സം ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ സ്ട്രാറ്റജിക് ചോയ്സ്? ഫങ്ഷണൽ ഇംപ്ലിമെന്റേഷൻ എന്താണ്? എൻവയോൺമെന്റൽ സ്കാനിങ്ങിൽ തന്നെ നമുക്ക് മൈക്രോ എൻവയോൺമെന്റ്, അതുപോലെ തന്നെ മാക്രോ, അങ്ങനെയും എടുത്ത് ചോദിക്കുക കേട്ടോ. അതെന്താന്നുള്ളത് ചോദിച്ചാൽ അതും എഴുതാൻ സാധിക്കണം കേട്ടോ. സോ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാർട്ട് എയിലെ റിപ്പീറ്റ് ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു 8 എണ്ണം ഇതാണ്, പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. സോ നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.